ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സേമി വെച്ചിട്ടൊരു കേസരിയാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു കേസരിയാണ്. അപ്പോൾ വല്യപ്പ മക്കളും അതെല്ലാം കൂടി മുറിച്ചിട്ട് അവിടെ കളഞ്ഞു ഇവിടെ കളഞ്ഞു അങ്ങനെയൊക്കെ. ഏതായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കേസരി. ഇതുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആ പാത്രം ചൂടായതിന് ശേഷം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കേസരി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുത്തത് വറുത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ച് സേമി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ്, അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാലൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് സേമിട്ട് കൊടുക്കാം. സേമിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സേമിയൊക്കെ ഇവിടെ ഒരു വിധമൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏലക്കായ് പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് മധുരത്തിന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സേമിയൊക്കെ ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നല്ല ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി. നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഏലക്കായ് പൊടിച്ചെടുത്ത് വെച്ച പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് കേട്ടോ. അങ്ങനെ നമ്മളിതിലേക്ക് മിൽമ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് ഇടണം. അതിന് നമ്മൾ മിൽമ നെയ്യിലാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി എന്തെങ്കിലുമൊക്കെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്ര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായി വറുത്ത് ഒരുവിധം പാകമായതിന് ശേഷം നമുക്ക് സേമിയ ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര സേമിയ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ നേരത്തെ ഇട്ടിരുന്നു കുറച്ച്. അപ്പോൾ അങ്ങനെ പോരായി വന്നപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് അണ്ടി മുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതൊന്ന് മുറിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് വിളമ്പാട്ടോ, എന്നാലേ ഇതൊന്ന് ചൂടാറി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട്, പ്ലേറ്റല്ല ഒരിങ്ങനെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്, അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളത് അതിലേക്ക് സെറ്റാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ തന്നെ അതിലേക്ക് ബദം പിസ്തയും ഒക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ മേലെ ഇങ്ങനെ പൊടിച്ചതിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനുണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അങ്ങനെ നമ്മളെ കേസരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് മുറിച്ച് മക്കൾക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. മക്കളൊക്കെ തിരക്ക് കൂടുകയാണ്, പെട്ടെന്ന് തരി എന്ന് പറഞ്ഞിട്ട് അതിനതാ മുറിച്ചെടുക്കുന്നതിൽ വീണ് പോകുന്നുണ്ട് കേട്ടോ നിലത്തൊക്കെ. അങ്ങനെ ഇതൊക്കെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഒന്ന് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ.